2022 കർഷകശ്രീ അവാർഡ്, പിന്നെ 2024 കേരളപ്രഭ അവാർഡ്. അത് രാജ്ഭവനിൽ വെച്ചിട്ട് ഗവർണറാണ് തരിക നമുക്ക്, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. അത് വലിയൊരു അവാർഡാണത്ര. ഓർഗാനിക് ഫാമുകളുടെ അമ്മച്ചിയായ നമ്മുടെ സ്വന്തം അമ്മച്ചി, അതായത് അമ്മച്ചി ഫാമിൻ്റെ സ്ഥാപകയായ ഭുവനേശ്വരി അമ്മയെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം ഒരുപാട് കാലത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു കർഷകയാണ്. കാർഷിക മേഖലയിൽ കഠിനാധ്വാനത്തിലൂടെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കർഷകയാണ് നമ്മുടെ അമ്മച്ചി. സോ അമ്മച്ചിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമുക്ക് അമ്മച്ചിയോട് തന്നെ സംസാരിക്കാം. ഇതാണ് നമ്മുടെ അമ്മച്ചി ഓർഗാനിക് ഫാമിൻ്റെ അമ്മച്ചി ഭുവനേശ്വരി അമ്മ. സോ എന്താണ് ഈ അമ്മച്ചി ഫാം എന്ന് പേര് വരാൻ കാരണം? അമ്മച്ചീസ് ഓർഗാനിക് ഫാം എന്ന് പേര് വരാൻ കാരണം ഞങ്ങളൊരു ഹനുമാൻ്റെ ഭക്തന്മാരാണ് എല്ലാവരും. അപ്പോൾ മാരുതി ഗാർഡൻസ് എന്നാണ് ശരിക്കും ഈ വീടിൻ്റെ പേര്. അപ്പോൾ മാരുതി ഫാം എന്ന് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം മാരുതി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി കാറിൻ്റെ ഇതുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് മൂത്ത മോൻ ഇങ്ങനെ എവിടുന്നോ കേട്ട അമ്മച്ചി എന്ന് അമ്മയെന്നുള്ളത് പകരം അമ്മച്ചി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും അമ്മച്ചി എന്നല്ലേ വിളിക്കാന്ന് പറഞ്ഞിട്ട് അമ്മച്ചീസ് ഓർഗാനിക് ഫാം എന്നാക്കി. രണ്ടാമത്തെ ആൾ മാത്രമേ അമ്മയെന്ന് വിളിക്കുള്ളൂ, ബാക്കിയൊരൊക്കെ അമ്മച്ചി എല്ലാവരും അങ്ങനെ വിളിക്കുക. ഇപ്പം നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള റീസൺ എന്താണ്? ഇപ്പം എന്താ അതിനുള്ള പ്രചോദനം? കുട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൃഷിയാണ്. ചെറുപ്പം മുതൽ കൃഷി കണ്ട് വളർന്നുകൊണ്ട് കൃഷി എന്നുള്ള ഒരു ഇത് നമുക്കറിയാം. അപ്പോൾ ഹസ്ബൻഡ് റിട്ടയർമെൻറ്റിന് ശേഷം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക, എന്തെങ്കിലും ഒരു ചെയ്യണം, എന്തെങ്കിലും ഒരു സംരംഭം എന്തെങ്കിലും തുടങ്ങണമെന്ന് തോന്നിയപ്പോൾ മുമ്പിൽ വരുന്നത് നമുക്കറിയാവുന്ന ഒരു സംരംഭമാണ് ഈ കൃഷി. അപ്പോൾ കൃഷിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഇറങ്ങി നോക്കുമ്പോഴാണ് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഇതും വെള്ളമില്ലായും ഈ സ്ഥലം ഇങ്ങനെ ഭയങ്കരമായിട്ട് കുണ്ടും കുഴിയും, അതിൻ്റെ പുറമെ വെറും പാറപ്പം നിങ്ങൾ പോയപ്പോൾ കണ്ടില്ലേ, അതേമാതിരിയാണ്. ഡ്രൈ ലാൻഡായിരുന്നു. പിന്നെ അതിനൊക്കെ മെരുക്കിയെടുത്തപ്പോൾ ഇപ്പോൾ വളരെ സുഗമമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്ത് പോകണം. അതായത് പാരൻസും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ, എൻ്റെ വീട് എടുത്തനാട്ടുകാരെയാണ്. അച്ഛൻ പഴയ ഒരു നല്ല കൃഷിക്കാരനാണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും അനിയനും ഒക്കെ കൃഷി തന്നെയാണ്, ഫുള്ള് കൃഷിയാണ്. പിന്നെ കുട്ടികൾക്ക് അതിനോടുള്ള താല്പര്യം അതും കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. ഞാൻ വെറുതെ മാത്രം കൃഷി ചെയ്തുകൊണ്ട് കാര്യമില്ല, കുട്ടികൾക്കും കൂടി അതിൽ എല്ലാവരും ബാക്കി രണ്ടാളും പുറത്താണ്, ഇവിടെ ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, കൃഷി ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഒരു സംശയമൊന്നും എനിക്കില്ല, കാരണം അവരൊക്കെ കൃഷിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ എന്താണ്, ഇപ്പം മക്കൾക്കും അത് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവർക്കും അറിയാം. എല്ലാ പേരക്കുട്ടികളാണെങ്കിലും അവരാണെങ്കിലും വന്നു കഴിഞ്ഞാൽ എപ്പോഴും കൃഷിയിടങ്ങളൊക്കെ സന്ദർശിച്ചിട്ടും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടും എല്ലാതും അറിയാം. എല്ലാം അറിയാം. ഫോറിനേഴ്സും വരാറുണ്ടല്ലോ ഇവിടെ ഹോം സ്റ്റേക്കൊക്കെ ആയിട്ട്? ഫോറിനേഴ്സാണ് അധികം വരിക. ഒരു പ്രാവശ്യം വന്നവരെ രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനുവരി അവസാനം ഒരു ജർമ്മനിയിൽ മ്യൂണിക്ക് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു 4ാമത്തെ പ്രാവശ്യം വരുന്നത്. 10 ദിവസം ബുക്ക് ചെയ്തിരിക്കും. അങ്ങേരെ അവിടെ ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. അവരവിടെ മ്യൂസിയത്തിൽ HR ഹെഡാണ്. നല്ല ഞാൻ അതിനിടയിൽ ലണ്ടനിൽ മോൻ്റെ കൂടെ പോയപ്പോൾ അവരെ വീട്ടിൽ പോയി ഒരു ദിവസം നിന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോറിൻ ക്ലയൻസ് ഒക്കെ വരുമ്പോഴും അവർ ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും ഇവിടെ അട്രാക്റ്റായി പോകാറുള്ളത്? അവർ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിക് ഭക്ഷണം, ഒരു ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക, പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ. അവർക്കത് ഈ ഹെൽത്തിനെ കുറിച്ച് നല്ല ഇതുള്ള കൺസേണുള്ള ആൾക്കാരാണ്. നമ്മളെ കേരളത്തിലത്തെ ആൾക്കാരുമല്ല, നമ്മളെല്ലാം ഇങ്ങനെ വാരി വലിച്ച് അതും ഇതൊക്കെ എടുത്ത് ഭക്ഷിക്കുക. അത് അവർക്കങ്ങനെയല്ല, അവർ വളരെ സുതാര്യമായിട്ട്, അതുകൊണ്ട് നന്നായിട്ട്, അതാണ് അവരൊരു പ്രത്യേക. അപ്പോൾ അവർ കൂടുതൽ അട്രാക്റ്റ് ആവാറുള്ളത് ഈ ഭക്ഷണം തീർച്ചയായിട്ടും ഭക്ഷണം തന്നെയാണ്. ഇവിടുത്തെ ഹോം സ്റ്റേയിൽ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരാറുള്ള സീസൺ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പർട്ടിക്കുലർ? അങ്ങനെ പർട്ടിക്കുലർ ഒന്നുമില്ല. ആ മഴ സമയത്ത് മാത്രം കുറച്ച് കുറവായി എന്നുള്ള ഒഴിച്ചാൽ ബാക്കിയുള്ള സമയത്തൊക്കെ ഗസ്റ്റ് ഉണ്ട്. ഞാൻ ഇപ്പം ഇന്ന് ഐറിഷിൻ്റെ അവിടെ നിന്നൊരു ഗസ്റ്റാണ് വരുന്നത്. എപ്പോഴും മിക്കവാറും ഫോറിനേഴ്സായിരിക്കും. പക്ഷെ അവർ വരുന്നതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അവർ നമ്മുടെ കൂടെ രാവിലെ എല്ലാ ജോലിക്കും കയറും, എല്ലാ പരിപാടികളും അവർ തന്നെ വന്ന് ചെയ്യും. അതുകൊണ്ട് പിന്നെ ഭാഷ ഒരു പ്രശ്നമാണ്, അത്രയേ ഉള്ളൂ. അതല്ലാതെ അവർ ഭയങ്കര കമ്പനിയായിട്ട് എല്ലാത്തിനും നിൽക്കും.
നമ്മൾ ഹോം സ്റ്റേനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ അതിന് ബുക്ക് ചെയ്യണം. Airbnb പാലക്കാട് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് നമ്മൾ പൊതുവേ പാർട്ടി ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ആരാന്നൊക്കെ അറിയുള്ളൂ. മൂത്ത മോനാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അവർ വരും. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റെടുത്ത് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ്, ഭാഷ വലിയൊരു പ്രശ്നമാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർ ഇംഗ്ലീഷ് പറയുമ്പോൾ വിദേശികളൊക്കെ വരുമ്പോൾ പിന്നെ അവർ പോകുമ്പോഴേക്കും നമ്മളായിട്ട് നല്ല കൂട്ടാവും. പിന്നെ അവർ റിവ്യൂ എഴുതുമ്പോഴാണ് അവർ എത്രത്തോളം നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് എഴുതിയെന്നൊക്കെ നമ്മൾ ആ ഒരു സന്തോഷം. അങ്ങനെയാണ് വലിയൊരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ അതാണ്. ഇവിടെ ഈ പാലക്കാട് ഞങ്ങൾ തുടങ്ങിയിട്ട് 10 വർഷമായി. പക്ഷേ 10 വർഷം ഞാനാണ് ഇവിടുത്തെ സൂപ്പർ ഹോസ്റ്റ്. ഒരു തെറ്റുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് നന്നായിട്ട്. അവരൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഓരോരുത്തരുമായിട്ടും പിന്നെയും ഉള്ള ബന്ധങ്ങളും ഫോണിൽ കൂടിയുള്ള ബന്ധവും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കലും. ഞാൻ വിചാരിക്കും എത്ര ആൾക്കാരതിങ്ങനെ അന്വേഷിക്കണേ. നമുക്ക് ചില സമയത്ത് ഫോണായാലും അവരവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുന്ന മാതിരിയല്ല, ഫോണിൽ കൂടി അവർ ഇംഗ്ലീഷ് പറയുക, ഞാൻ മലയാളം പറയുക. അപ്പം നമുക്ക് അത്ര അതങ്ങോട്ട് തോന്നില്ല. പക്ഷെ അവരതിന് സംതൃപ്തരാണ് നമ്മൾ പറയുമ്പോൾ. അതാണ്. ഇപ്പോൾ എങ്ങനെയാണ് അമ്മയുടെ ലൈഫ് സ്റ്റൈൽ? ഇപ്പോൾ രാവിലെ തൊട്ടിട്ട് രാവിലെ നേരത്തെ എണീക്കും. ഞാൻ മാക്സിമം ഒരു 4:30, അതിൻ്റെ മുമ്പ് തന്നെ എണീക്കും. 4 മണിക്ക് തന്നെ എണീക്കും. എണീറ്റ് മാക്സിമം ഞാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യും. പിന്നെ രാവിലെ യോഗ ചെയ്യും. പിന്നെ എല്ലാം അങ്ങനെ അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കൊണ്ടങ്ങോട്ട് താഴത്തേക്ക് പോകും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പം ഈ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഈ പരിപാടികളും അതും ഇതൊക്കെ. ഇല്ലെങ്കിൽ ഫുള്ള് അതിൽ തന്നെ. എന്തായിരുന്നു അവാർഡിൻ്റെ എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാന അവാർഡ് കിട്ടി? അതല്ല, അവർ മലയാള മനോരമയുടെ 2022 കർഷകശ്രീ അവാർഡ് 2022. പിന്നെ 2024 കേരളപ്രഭ എന്ന് പറഞ്ഞിട്ട് എനിക്കും ISRO ചെയർമാൻ മറ്റേ സോമനാഥ് സാറും കൂടി 2 ആൾക്കും കൂടിയാണ് അങ്ങനെ കേരളപ്രഭ അവാർഡ്. അത് രാജ്ഭവനിൽ വെച്ചിട്ട് ഗവർണറാണ് തരിക നമുക്ക്, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. അത് വലിയൊരു അവാർഡാണത്ര. അതെ, അത് തീർച്ചയായിട്ടും ഒരു വലിയ അവാർഡാണ്. ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരു മിത്തുണ്ട്, അതായത് കൃഷി എന്ന് പറയുമ്പോൾ ഒട്ടും ലാഭകരമല്ല, അത് ഭയങ്കര നഷ്ടമാണ് ബിസിനസ് ചെയ്യുമ്പോൾ എന്നുള്ളത്. സോ അതിനോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. എന്താ കാരണം ചോദിച്ചാൽ, ലാഭകരമാണോ ചോദിച്ചാൽ ലാഭമാണ്. എന്താ കാരണം ചോദിച്ചാൽ, ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം ലാഭം ഉണ്ടാവും, ഒരു പ്രാവശ്യം നഷ്ടം ഉണ്ടാവും. പക്ഷേ ഇവരെല്ലാവരും ഇങ്ങനെ നഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ അവർ കൃഷി ചെയ്യണം? മനസ്സിലായോ? പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ജൈവ കൃഷി ആയതുകൊണ്ട് നമ്മൾക്കിതിനുള്ള നമ്മുടെ എഫർട്ടേ അതിന് വേണ്ടൂ. ഈ ജീവാമൃതം പഞ്ചഗവ്യമൊക്കെ ഉണ്ടാക്കുന്നതും അത് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. മറ്റേ രാസവള കൃഷിയുടെ മാതിരി ഇതിങ്ങനെ എത്രയും കാശ് ചിലവാക്കി ഒരു ചാക്കിനൊക്കെ എത്ര രൂപ കൊടുക്കണം, പിന്നെ അത് എറിയാനുള്ള കാശ്, അതൊന്നും നമ്മൾക്ക് ആവശ്യപ്പെടില്ല. പക്ഷേ ഇത് ഒന്നും കൂടി നല്ലോണം അതിനേക്കാളും കുറച്ചും കൂടി എഫർട്ട് എടുത്തിട്ട് ഇപ്പം എത്ര ആൾക്കാരാണ് ഈ ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് വരണമെന്നറിയാം. ഒരുപാട് ആൾക്കാർ അതേ കഴിക്കുള്ളൂ. ഇപ്പോഴത്തെ ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഉപാധിയാണ് മരുന്നിനെക്കാട്ടിലും ഈ നല്ല ഭക്ഷണം എന്നുള്ളത്. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല. ബാക്കി എല്ലാവരും ആരെപ്പോൾ ലാഭം കിട്ടിയാരെങ്കിലും ലാഭം കിട്ടി പറയും. അല്ല, കൃഷിയല്ല വേറെ എന്ത് ബിസിനസ്സിൻ്റെ ആയിക്കോട്ടെ, നമ്മൾക്കറിയാം അവർ ഉയർച്ച. പക്ഷേ ലാഭമാണെന്ന് ആരോ പറയുക, അത്രയേ ഉള്ളൂ. ബിസിനസ്സിൻ്റെ അതേമാതിരി തന്നെ ഇതും അത്രയേ ഉള്ളൂ. ഇത്ര നേരം നമ്മുടെ കൂടെ സമയം ചെലവഴിച്ച, നമുക്ക് വേണ്ടി ഒരുപാട് അറിവ് പകർന്നു തന്ന നമ്മുടെ സ്വന്തം അമ്മച്ചി ഭുവനേശ്വരി അമ്മയ്ക്ക് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകട്ടെ, ഒരുപാട് അച്ചീവ്മെൻറ്റ്സും ഒരുപാട് നല്ല കൃഷികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.